പാകിസ്ഥാന് ഇന്ത്യയുടെ കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 പുരോഗമിക്കുകയാണെന്നും ഇനി ഒരു പ്രകോപനം ഉണ്ടായാൽ മുൻപത്തതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. ആണവ യുദ്ധമെന്ന പാകിസ്ഥാന്റെ പൊള്ളയായ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ ഒട്ടും ഭയപ്പെടില്ലെന്നും സേന തുറന്നടിച്ചു. ഇന്ത്യൻ കരസേനയുടെ വെസ്റ്റേൺ കമാൻഡാണ് ഈ നിർണായക മുന്നറിയിപ്പ് നൽകിയത്. 2 കോർപ്സ് GOC ലഫ്റ്റനന്റ് ജനറൽ രാജേഷ് പുഷ്കറുടെ വാക്കുകൾ പ്രകാരം സിന്ദൂർ 2.0 അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തവണ തയ്യാറെടുപ്പുകളുടെ വ്യാപ്തി വളരെ വലുതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ആണവ ഭീഷണികൾ വെറും തട്ടിപ്പാണെന്നും അത് നമ്മൾ തുറന്നു കാട്ടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുവിന് എത്രത്തോളം നാശനഷ്ടം വരുത്തണം എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ. അത് കരയിലോ കടലിലോ വായുവിലോ ആകാം. എവിടെയും ആക്രമണം നടത്താൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണ്. 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. നമുക്കറിയാം, പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾ അന്ന് ഇന്ത്യ കൃത്യമായ ആക്രമണങ്ങളിലൂടെ തകർത്തെറിഞ്ഞു. അത് പാകിസ്ഥാന് നൽകിയ വെറുമൊരു ചെറിയ സാമ്പിൾ മാത്രമായിരുന്നുവെന്ന് സൈന്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ആ നടപടിയിൽ വെറും 4 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ മുട്ടുമടക്കുകയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ DGMOയോട് കരഞ്ഞു കാലുപിടിക്കുകയും ചെയ്തിരുന്നു. ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന ഇന്ത്യയുടെ ഉറച്ച നയത്തിന്റെ ഭാഗമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മുൻപ് വ്യക്തമാക്കിയതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും തുടരുകയാണെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് കരസേനാ മേധാവിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങൾക്ക് ഇനി പാകിസ്ഥാന് ലഭിക്കാൻ പോകുന്ന മറുപടി അവർക്ക് ചിന്തിക്കാവുന്നതിലും താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ന്യൂസ് ഡെസ്ക്.